പശ്ചിമബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് നടക്കുന്ന പ്രതിഷേധത്തിൽ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയും പങ്കെടുത്തേക്കുമെന്ന് റിപ്പോർട്ട്. നേരത്തെ പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമൂഹമാധ്യമമായ എക്സിലെ പ്രൊഫൈൽ പിക്ചർ സൗരവ് ഗാംഗുലി കറുത്ത നിറത്തിലാക്കിയിരുന്നു. ഭാര്യ ഡോണയ്ക്കൊപ്പമാകും ഗാംഗുലി പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തുക എന്നാണ് റിപ്പോർട്ട്. കൊൽക്കത്ത കൊലപാതകത്തെ ഒറ്റത്തവണ സംഭവിക്കുന്നതെന്ന നിലയിൽ ഗാംഗുലി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. വിമർശനമുയർന്നതിന് പിന്നാലെ തന്റെ എക്സിലെ പ്രൊഫൈൽ ചിത്രം കറുപ്പാക്കി ഇരയോടും കുടുംബത്തിനോടും ഐക്യദാർഢ്യം അറിയിച്ചെങ്കിലും ആരാധകർ ഗാംഗുലിയെ വെറുതെ വിട്ടില്ല. സംഭവത്തെക്കുറിച്ച് താൻ കഴിഞ്ഞയാഴ്ച നടത്തിയ പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റിയതാണെന്നും നടന്നത് ദാരുണമായ സംഭവം തന്നെയാണെന്നും ഗാംഗുലി ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്നത് അപമാനകരമാണെന്നും CBI കേസിൽ അന്വേഷണം തുടരുന്നതിനാൽ കൂടുതലൊന്നും പറയാനില്ലെന്നും ഗാംഗുലി പറഞ്ഞിരുന്നു. എന്റെ വാക്കുകൾ എങ്ങനെയാണ് വിലയിരുത്തപ്പെട്ടത് എന്നറിയില്ല. മുൻപ് പറഞ്ഞതുപോലെ സംഭവിച്ചത് അതിക്രൂരമായ കൊലപാതകമാണ്. ഇപ്പോൾ വിഷയം CBI അന്വേഷിച്ചു വരികയാണ്. സംഭവിച്ച കുറ്റകൃത്യം ലജ്ജാകരമാണ്. മുൻ BCCI അധ്യക്ഷൻ കൂടിയായ ഗാംഗുലി പറഞ്ഞു. പ്രതിയെ കണ്ടെത്തിയാൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കത്തക്ക വിധം ശിക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ വ്യക്തവും ശക്തവുമായ നിലപാടെടുക്കാതെ പ്രൊഫൈൽ ചിത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ലെന്ന വിമർശനവുമായി കൂടുതൽ പേർ രംഗത്തെത്തി. ഈ മാസം 9-നാണ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ 31-കാരിയായ വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡ്യൂട്ടിക്കിടയിലായിരുന്നു ഡോക്ടറുടെ കൊലപാതകം.